ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കൂടും. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ അരുന്ധതി മേഡം മഹേഷിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് ആകാശ് മേനോനാണ് പറഞ്ഞതെന്ന്. അപ്പം ഇതാരാണ് ആകാശ് മേനോൻ്റെ ചെവിയിൽ എത്തിച്ചതെന്നൊക്കെ നമ്മുടെ വിനോദ് കണ്ടുപിടിക്കുകയാണ്. വിനോദ് ഇഷിതയും കൂടെ അത് കൈലാസ സ്വാമിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാവരുടെ മുമ്പിലിട്ട് കൈലാസിനായിട്ട് നല്ലത് കൊടുക്കുകയാണ്. കാരണം കൈലാസാണ് കൈലാസ് എന്തായാലും നന്നാവില്ലെന്ന് ഇഷിതയ്ക്കും മഹേഷിനും വിനോദിനും ഒക്കെ അറിയാം. പക്ഷേ അവിടെ വിശ്വസിച്ചിരിക്കുന്നത് സ്വപ്നവല്ലിയും രാമനാഥനൊക്കെയാണ്. പക്ഷേ രാമനാഥൻ ഒരിക്കലും ഇഷിതയെ കുറ്റപ്പെടുത്തുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ രഹസ്യങ്ങളെല്ലാം അവർ കണ്ടുപിടിക്കുകയാണ്. പിന്നീട് കേരള ചാപ്റ്റർ നമ്മുടെ മഹേഷിന് കിട്ടത്തക്ക രീതിയിൽ ഇഷിത അതിനുവേണ്ടി നന്നായി പ്രയത്നിക്കുകയാണ്. അപ്പം ഇഷിതയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മുടെ മഹേഷിന് മനസ്സിലാവുന്നുണ്ട്. കാരണം അവിടെയാണല്ലോ താൻ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മുടെ മഹേഷ് മനസ്സിലാക്കുകയാണ്. പിന്നെ പുതിയ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഇഷിതയ്ക്കെതിരെ പുതിയ യുദ്ധമുഖം തുറന്ന് നമ്മുടെ ലയ വരികയാണ്. ലയ എന്ന് പറഞ്ഞാൽ മാധവൻ്റെ ഭാര്യ. കാരണം അവർ തമ്മിലിപ്പോൾ നല്ല ഇഷ്ടത്തിലൊന്നും അല്ലല്ലോ. അപ്പോൾ ഇഷിതയ്ക്കെതിരെ അടുത്ത പണിയുമായിട്ടാണ് നമ്മുടെ ലയ വന്നിരിക്കുന്നത്. അങ്ങനെ ലയ വന്നതോടെ മനസ്സുനിക്കും കുറച്ചും കൂടെ ആവേശമായി. അപ്പം മനസ്സുനെ നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഹാരത്തിൽ പിടിച്ചിട്ട് പറയും, ഇനി ഇഷിതയെ ചുട്ടരിക്കാതെ മനസ്സുനിക്ക് ഒരു വിശ്രമമില്ല എന്നും പറഞ്ഞിട്ട് സത്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആകാശ് രചനയോട് പറയുന്നു. കാരണം ആകാശിന് മനസ്സിലായി മഹേഷിനോട് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലെല്ലാം വന്ന് നമ്മുടെ ഇഷിത മഹേഷിനെ രക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആകാശ് രചനയോട് പറയുകയാണ്, അവൻ്റെ ഭാഗ്യം അവൻ്റെ പെണ്ണാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രചന ചോദിക്കുന്നു, ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഇഷിത, അല്ലാതെ ആരാന്നും പറഞ്ഞാൽ അവളോട് കയർക്കൊക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. പിന്നെ മഹേഷിന് താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഇഷിതയോട് സോറി പറയുന്നുണ്ട്. തനിക്ക് ഉണ്ടായ എല്ലാ വേദനകൾക്കും തന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഇഷിതയെ ചേർത്ത് നിർത്തുകയാണ് മഹേഷ്. പക്ഷേ ഇനിയുള്ള മുന്നോട്ടുള്ള എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയ വന്നിട്ടുണ്ട്. മനസ്സിനെ നമ്മുടെ ഇഷിതയ്ക്കെതിരെ ആകാശ് എല്ലാവരും പൊരിഞ്ഞ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും വട്ടം വളഞ്ഞ് നമ്മുടെ മഹേഷിനെ ഇഷിതയെ ആക്രമിക്കുന്ന രംഗങ്ങളിലൂടെയൊക്കെയാണ് അടുത്ത എപ്പിസോഡ് പോകുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനെ ആണെങ്കിൽ ആശുവിനാണെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. ആശുവിനെ തല്ലുന്ന സീനുകളൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. നല്ല നല്ല മുഹൂർത്തങ്ങളുമായാണ് ഇഷ്ടമെന്ന എപ്പിസോഡിന് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.